അങ്ങനാദ്യം തുടങ്ങി ഞങ്ങൾ പഠിക്കാം കോഴിക്കോട് കടലമര കോഴിക്കോട് കോഴിക്കോട് വേനെ കണ്ടോളെ നമ്മളെ കോഴിക്കോട് തരാലോ നിറച്ച് കഴിക്കോ സംഗതി കോഴിക്കോട് 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 കണ്ടോളി ചെങ്ങായി നമ്മുടെ കോഴിക്കോട് ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉഷാറേ കണ്ടോളി. ഹലോ ഗായ്സ് ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയും ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ള ഒരു അഡ്വഞ്ചർ ഏരിയക്കാണ്. ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് തന്നെ കാണാം. വരി മക്കളെ, റാഷി പറയും പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം പറയും. യൂട്യൂബ് ചാനൽ അപ്പൊ കട്ട് ചെയ്ത് വിട്ടാ മതി. ഇറങ്ങുമ്പോ ഞാൻ പറയാം. ആശയ, ഇത് നീ കണ്ടെത്തിയ സ്ഥലമായതുകൊണ്ട് എന്റെ ഐഡിയ ഞാൻ പോകുന്നതാണ് ഈ സ്ഥലത്തേക്ക്. വരി വരി ഒന്ന് കണ്ടോളി. റാശി പറഞ്ഞ സ്ഥലത്തേക്ക് മുന്നിൽ പോണ ആളാ നമ്മളെ വീണ്ടും കഴിച്ചു. പക്ഷേ എപ്പോഴും നമ്മള് കാട്ടുകൂടിയാണ്. അല്ല, എന്നാലും ഇടുക്കി പോയിട്ടും കാട്ടുകൂടി. എപ്പോഴും കാട്ടുകൂടി തന്നെയാണല്ലോ. ഈ കാര്യത്തിനെ കുറിച്ച് എനിക്ക് എന്താണ് പറയാല്ലേ? അടിപൊളി വൈബുള്ള സ്ഥലമാണ്. കേറി വന്നാല് റാഷിക്ക് എന്താണ് പറയാനുള്ളത്? ടൗസർ കാണുന്നില്ല. അടി പറഞ്ഞുകൊണ്ട് മാത്രം ടൗസർ കാണിച്ചോളൂ. സ്ഥലത്തെത്തി. പറയും വയലയുടെ വ്യൂ പോയിന്റ്. എന്താണ് വയലയുടെ വ്യൂ പോയിന്റ്? വയലട വയലട. റാശി ഇതാ അത് ഭയങ്കരമായ കതച്ചി ഒരു അടുത്ത ആഴ്ച വേറെ ട്രിപ്പ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുക്കും പോയി. നമ്മുടെ രാമക്കൽമേട്. ഈ ആഴ്ച ഇടുക്കി. അടുത്ത ആഴ്ച നമ്മളുണ്ടാ അതാ ബാംഗ്ലൂർ കൊണ്ട് ന്യൂ ഇയറിന് ബാംഗ്ലൂരു. എല്ലാരും ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോ ഫുൾ ട്രാവലിംഗ് ബോക്സ് എന്തിനാ മോനെ എന്റെ ഷൂസ് പൊളിഞ്ഞ. ബാംഗ്ലൂര് ഞാൻ പോയിട്ടില്ല. യൂട്യൂബിൽ ഇവിടെ വിളിച്ചിട്ടാ അടുത്ത നമ്മൾ മുണ്ടണ്ട. പിന്നെ ഡൽഹി പോവാൻ നിങ്ങൾ ആരും ചെല്ലാം. അവർക്ക് ലീവില്ല. പൊതി പോവും. ഇനിയിപ്പോ അടുത്ത ടൂറിൽ ഇപ്പൊ ഉണ്ടാവില്ല. അതിന് മുന്നേ ടൂർ പോണം. അജിണ്ടാ ഇനി വരല്ല. നമ്മൾ 5 ആളല്ലോ. 6 ആള് യൂട്യൂബിൽ എഴുതാൻ പറയണ്ട. ഞാൻ 6 ആള് വെച്ച് വെച്ചിട്ട് ഫോണിലാണ് കാണിക്കുന്നത്. നമ്മൾ 6 ആളുണ്ട്. നമുക്ക് ഒരു 2 ആഴ്ച ടൈം കൊടുത്താൽ നമുക്ക് ഇപ്പൊ ഡൽഹിക്ക് സീസണാണ്. നല്ല കായിന്റെയാണ്. 2000 ഓണാവിടുന്ന് 5000-6000 വരും.
നമുക്ക് ഇജ്ജ് പറയും ഇപ്പൊ നടക്കുന്ന കാര്യം പറയും. ആ അടുത്ത ടൂർ പറയും, പ്ലാനിങ് പറയും. എന്നാ മണാലിക്ക് എത്ര 3500 എന്ത് പാക്കേജ് ചെയ്തടാ? മണാലി എന്ത് 3500 പാക്കേജ്? മണാലി പോയതൊക്കെ വെറുതെ പറയാം. ഹലോ ഓറഞ്ച്. ഹലോ ഇതൊക്കെ നമുക്ക് ഓരോ ടൂർ നമുക്ക് ഓരോ അനുഭവമാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്തൊക്കെ കഴിഞ്ഞ ടൂറിന് പോയപ്പോ നമ്മള് വെള്ളം കുപ്പി എടുക്കാനുണ്ട്. ഇപ്പൊ നമ്മള് വെള്ളം കുപ്പി എടുത്ത് വന്നേ. ഇതാരാണ് എന്റെ പെണ്ണുങ്ങളാ? അന്റെ പെണ്ണുങ്ങളെ എടി അന്റെ മാപ്പിള കിതച്ച് വൈക്കായി. ഞങ്ങളെന്താ വയലട മൗണ്ടൻ ഡ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു കണ്ടന്റ് ഇത് ഞാൻ ഡോറിലുള്ള ഓരോ ചാടിച്ചാ നമ്മളെ ബ്ലോഗ് കണ്ടവള് ബ്ലോഗ് മൗണ്ടൻ ഡ്യൂ വരുന്നു. ഹലോ ഓക്കെ ഓക്കെ. ഹലോ അത് ഞങ്ങള് പറയും നോക്കേ പ്ലാനിങ് പറയും. പ്ലാനിങ് ഇജ്ജ് പറയും. ഇജ്ജ് പറഞ്ഞ മാതിരി നമ്മളെങ്കിൽ പ്ലാനിങ് നോക്കാം. വല്ലാതെ സൂര്യാണ് കേൾക്കാം. മുബഷിറിന് പ്ലാനിങ് അറിയാൻ അറിയില്ല. ഞാൻ ഇനി റാഷിന്റെ പ്ലാനിങ് ആണ്. 10 ദിവസത്തെ ടൂറാണ്. സെറ്റാക്കാം. ആൽബം വരില്ല. എന്നാ പോവാ പ്ലാനിങ് ചെയ്ത് പോവാം. അതിന് ടൈം ഉണ്ട്, ഒരു മാസം ഇനിയുണ്ട്. പ്ലാനിങ് ചെയ്യുവോ? ഡെയിലി പ്ലാനിങ് എടുക്കട്ട്. ഡെയിലി പ്ലാനിങ് എടുക്കട്ട് അല്ലേ? ഡെയിലി എടുക്കണ്ട്. ഡെയിലി പക്ഷെ ഒന്നും ചേർക്കില്ല. നമ്മള് അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു. ഒരു ഓടിക്കണ ഇപ്പൊ എല്ലാം കരിയും. പശു പശു ഒന്നും അഞ്ചു പറ്റില്ല. നമ്മൾ പക്ഷെ എന്താണ് ഈ സ്ഥലത്ത് ഇജ്ജ് കൊടുക്കുന്ന സ്ഥലമാണ്. എന്താ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? കാണല്ല ഇപ്പൊ ഇത് കണ്ടോളേ. വെയിലുമില്ല. പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് ഇതിനാണ് കുളിക്കേണ്ട റബ്ബേ. ഇതന്നെയാണ് വിളിക്കാറുള്ളത്. നമ്മൾ തോണിക്ക് പോയിട്ട് ഒന്ന് വിളിച്ചോ പോരെ. നിക്കേ ഇതേ മകോ ഇതേ ഞാൻ വിടൂ. ഒക്കെ എയർലാണ് എന്നെ ഇവിടെ ഗൈസ് കല്ല് പെറുക്കി നാട്ടിൽ കൊണ്ടുപോകുന്നു റാശി. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് 2 വാക്ക് സംസാരിക്കാം. പറയൂ, എന്താണ് പറയാനുള്ളത്? ഇവിടെ മുതലുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാൻ പോയാ ഞങ്ങള്. മുതല ഉണ്ടെന്ന് പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്ന് കാണാനുള്ള കാര്യത്തിലുള്ള വിശേഷങ്ങൾ നമുക്കൊന്നും അറിയാലോ. കുളിക്കാൻ പോണവര് ജാഗ്രതയോടെ നിക്കുക. മുതല 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 കണ്ണനല്ല എലിമേനി പോണേ. ആടാ മാനൊക്കെ പോണേ. നമ്മളിവിടെ കുളിക്കണം. ഇതിലാ കുളിക്കണം. അടിയിക്കണ്ട് പറയല്. സെറ്റ് ഉണ്ട്. എന്റെ ഞാനൊക്കെ പറയണ്ടെന്നാലേ മുതലുണ്ട്. അന്നൊക്കെ ബോർഡ് നോക്കി വായിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല. ആ നോക്ക് വായിക്കും. എല്ലാരും കുളിക്കാൻ ഇറങ്ങണാ. സുൽപ്പി
അരികെ വാ. ഇങ്ങോട്ടാണ് പ്രവചനം. ഇവിടെ നമ്മളോട് കുളിക്കാൻ പറഞ്ഞേ. സായിക്കോ ഇങ്ങനെ വാ. വായോ. എന്താണ് പറയാനുള്ളത് ഈ കാണുന്ന ഇതിനെ കുറിച്ച്? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതെ, അടിപൊളി ഏരിയയിലാണ് ഗൈസ്. കണ്ടില്ലേ? അപ്പൊ ഇവിടുന്ന് ഷൂ ഒക്കെ ഇടണം. ഞാൻ ഷൂ ഇട്ടിട്ട് ഗൈസ്, ഷൂ ഇട്ടിട്ട് മച്ചനെ ഷൂ ഇട്ടെ, ഷൂരിട്ട് പോട്ടെ. വീഡിയോ എടുക്കലും രണ്ടും കൂടി നടക്കുന്ന എനിക്ക് പറ്റുന്നില്ല. എടാ ആജിഷോടാ. അപ്പൊ ഗൈസ് വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയല എനിക്ക്? സ്ഥലം പക്ക. വെള്ളത്തിൽ കൂടി വെള്ളം നല്ല കേട്ടോ. ഞാനതിന് കേട്ടിരുന്നാണല്ലേ, എനിക്കാ തോന്നൂലട്ടാ. അഞ്ചാതി തണുപ്പ്. എന്താ പറയാല്ലേ? പറയ്. വെയിക്കില്ലല്ലോ. ഷൂസ് അവിടെ വെള്ളം. അടിപൊളി സ്ഥലട്ടാ ഇത്. റാശിയ കണ്ടെത്തിയ സ്ഥലല്ലേ? റാശിയ കണ്ടെത്തിയ സ്ഥലല്ലേ? ഈ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് എന്താ പറയാ? നല്ല വൈബുള്ള സ്ഥലം. എന്താ പാട്? അടിപൊളി. എനിക്ക് കുളിക്കാണ്ട് ഇവിടെ ഇനി കുളിക്കാണ്ടിട്ടാ ഗൈസ്. ഇവിടെ ഇല്ല, കുറച്ച് അപ്പുറത്ത്. അവിടെ അടിപൊളി കേട്ടോ. ഇല്ല മെല്ലെ ഇറങ്ങാതി, മെല്ലെ ഇറങ്ങാതി. ഇവിടെ കുളിക്കാണെങ്കിൽ ഈ ഗൈസ് ഈ ഒരു ഇതുംപടി കിടക്കാണ്ടിട്ടോ. ഇതൊന്നും പറയാ. റാഷിക്കാണ് ഇതില് പ്രൈസ് അടിച്ചിക്കണേ. റാഷി കൊടുന്ന സ്ഥലല്ലേ? ഞാൻ ഷൂ ഇടട്ടെ. നിനക്ക് പോലെ സായിക്ക് എന്താ പറയാല്ലേ? പറയ്. അപ്പോ വൈബ് കാണിച്ചോളാം. ഏതാ സ്ഥലം? കിണ്ണം കാണിച്ച സ്ഥലല്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങള് വേറൊരു വിശാലമായ നല്ല തണലുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. യാത്രകളിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മലയും താണ്ടി കാടും താണ്ടി പോവുകയാണ്. എന്ത് കളിയാണ്? തൂണ് കൊടുത്താ അങ്ങനെ ഞങ്ങളെ കുളിക്കാൻ ഇറങ്ങുകയാണ് ഗൈസ്. എന്താ പറയല്ലേ? എല്ലാരും കുളിക്കാറുണ്ട് ഗൈസ്. എന്താ പറയല്ലേ? അപ്പൊ ഞങ്ങൾ ഇനി കുളിക്കാൻ ഇറങ്ങാണ്. എന്താണ് വെള്ളട്ടോ? എല്ലാരും കുളിക്കാൻ ഇറങ്ങി ഗൈസ്. ഞാനും കുളിക്കാൻ ഇറങ്ങാണ്. ഇവരൊക്കെ കുളിക്കാൻ ഇറങ്ങുന്നുണ്ടാണ്. എന്താ ഒരുപാടുണ്ടല്ലോ. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങളെ കുളിക്കാൻ ഇറങ്ങുകയാണ് ഗൈസ്. ഗൈസ് എങ്ങനെയുണ്ട്?
എന്നാ ശരി കാണാം. അങ്ങനെ ഞങ്ങൾ കുളിക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഷാമ്പൂർ പാണ്ടി കയറി കേട്ടോ. ഇക്കണ്ട എന്റെ കയ്യിൽ ഫോണാ. നോക്കോ ഓടിക്കടാ. എന്താ എക്സ്പീരിയൻസ് ഇങ്ങോട്ട് പറയാം. അങ്ങോട്ട് നിൽക്കുക കാണിച്ചില്ല. അവിടെ ആണ്ട് നമുക്ക് പോകണ്ടോ? അറിയാം ഫോൺ കൊണ്ട് പോരാ. എങ്ങനെ സെറ്റല്ലേ? അപ്പൊ ഞങ്ങളെല്ലാരും അടിപൊളി ഉണ്ട്. അത് സാധാ ഷാമ്പൂ. അപ്പൊ ഗൈസ് ഞങ്ങൾ പോയിട്ട് കുളിക്കണം കേട്ടോ ഗൈസ്. അപ്പൊ ഇനി കുളിച്ചിട്ട് കാണാം. കുളിച്ചിട്ട് ഇനി ബാക്കി വിവരങ്ങൾ അറിയിക്കുക. നോക്കാം. അന്നേ കാണിച്ചത് അനക്ക് റാശി കുളിക്കുന്നത് കണ്ടില്ലേ? റാശി അല്ലെങ്കിൽ ഈ ചീപ്പെടുത്തോണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഇതായത്. അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അടിപൊളിയിൽ നിങ്ങൾക്ക് കുളിക്കാൻ വരുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഇതില്ലാന്ന് ആഴില്ലാന്ന്. പക്ഷെ എന്താണ് നല്ല ആഴാണ്. അപ്പൊ ഈ കുളിച്ച എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയുണ്ട്? പറയൂ. വളരെയധികം നല്ല വെള്ളമായിരുന്നു കുളിക്കാൻ. നല്ല ശുദ്ധിയായ തണുപ്പുള്ള അതെ വെള്ളമായിരുന്നു. എല്ലാരും നല്ല കുളിച്ച് എല്ലാരും ഇതായിക്കണം. ചളിയൊക്കെ പോയിട്ട് സുന്ദര കുട്ടപ്പന്മാരായിക്കണം. അതെ, മറ്റേ പറക്കുംതൊലികയില് വാസന്തി വള്ളത്തിലിറങ്ങിയൊരു ഒമേഗ ഷെഡ്. അപ്പൊ ഗൈസ് ഞങ്ങൾ കുളിച്ച് കയറി. എന്തോ സുഖം തരോ. ഇനി ഒന്ന് പോയിട്ട് ഉറങ്ങണം, എന്നിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഓക്കെ, ഫുഡ് കഴിക്കുക, സെറ്റാക്കുക, അതാണ് പരിപാടി. ഹലോ, ഇതിനകത്ത് തുന്നിട്ടിരുന്നു വിഷയ പാൻറ് ഇട്ടാ പോരെ? അതാ ഒരു പെണ്ണ് സായിക്കാന്റെ 10ാം നമ്പർ അയക്കണേ. സായിക്കിന്റെ ഫോട്ടോ ബ്രൈറ്റ്നസ് അന്നെ ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു കൊടുക്കാം. യുവർ ഔട്ട്ഫിറ്റ് ബർത്ത് പറയൂ. റോളക്സ് റേറ്റ് പറയൂ. 2000. ടീഷർട്ട് ഗൾഫ് സാദിഖ്. പാന്റ് 650. ടോട്ടൽ 100. Only costly dressing and VIP dressing only. അപ്പൊ ഗൈസ് എല്ലാരും കുളിച്ച് കയറിയിട്ടുണ്ട് ഗൈസ്. ഫ്രഷ് ആയിട്ടുണ്ട് ഗൈസ്. ഫോളോ ചെയ്യണം. ഫാബർലോലി ഗുണ്ടുമല്ലിയേ പറയൂ. എല്ലാരും അടുത്ത് ബാഗ് തൊളി. ഫ്രീഡം എന്താ പറ കാളിമൈൻഡ് ഇറങ്ങി നോമ്പുറിഞ്ഞു അത് അവിടെ നിന്നിടല്ലേ? ചളി കിട്ടോ? ഞാൻ താഴെ പോയി അല്ലേ ഇറക്കിയിട്ട് ഗൈസ്. അങ്ങനെ കുളിച്ചിട്ട് എല്ലാരും പോവുകയാണ് ഗൈസ്. എല്ലാരും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊരു ഹായ് കൊടുക്കൂ. വ്ലോഗ് നാളെ മറ്റന്നാ ഇൻഷാല്ലാ മറ്റന്നാ. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ഫുഡ് വരാൻ വേണ്ടി എവിടെ കൂടെ ആയിഷ് നല്ല വിശക്കുണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ്.
ബിരിയാണി ഗൈസ്, ഞങ്ങൾ വന്നിട്ടുള്ളത് തോണിക്കടവ്. തോണിക്കടവ് വ്യൂ പോയിന്റ്. തോണിക്കടവ് വ്യൂ പോയിന്റിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോ കാണാൻ പറ്റിയ എന്താ പറയുക, ഒരു തോണി മുങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഇവിടെ കാണാനില്ല. പിന്നെ രണ്ട് ഊഞ്ഞാലുകളുണ്ട്, ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഇങ്ങനെ വന്നിരിക്കാം, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും കാണാനൊന്നുമല്ല. ഇനി വരുന്ന നിർബന്ധമുള്ളവർക്ക് വരാം. എല്ലാരും പോരെ, വെറുതെ ഇരിക്കുന്നവര് പോരെ. അതെ, വെറുതെ ഇരിക്കുന്നവർ ഒരു ദിവസത്തെ എന്റർടൈൻമെന്റ് ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും ഇല്ലാന്നുള്ളൂ. അതെ, ഞങ്ങൾ തന്നെ ഉള്ളൂ. പക്ഷെ വരാൻ നേരത്തെ പോകാൻ ആൾക്കാരാണല്ലേ. ഞങ്ങൾ എവിടെ ചെന്നാലും ആരും ഉണ്ടാവില്ല. ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ ശാപമായിരിക്കാം, അതെ, അതുമല്ലേ അതല്ല ഈ യൂട്യൂബർ തന്നെ മെയിൻ പ്രശ്നം. നായിനെ കൊണ്ട് എവിടെ പോയാലും കഷ്ടകാലത്തേക്ക് ഇറങ്ങുള്ളൂ. തോണിക്കടവും കടന്നു വന്നല്ലോ. ചാടിക്കാറ് ഇയാളാണ്, ടീമിന്റെ ക്യാപ്റ്റനാണ് ഇയാള്. വൈസ് ക്യാപ്റ്റൻ കണക്ക് ശരി. അങ്ങനെ എല്ലാരും പാടി തോണിക്കടവിൽ എത്തി എൻജോയ് ചെയ്യുകയാണ്. എൻജോയ്. അപ്പോൾ വീട്ടില് വെറുതെ ഇരിക്കുന്നവര് വരിക. ഓക്കെ, അല്ലാത്തവരാരും ഈ പാത്തക്ക് അടുക്കണ്ട. ഓക്കെ, തോണി അതാണ് തോണിക്കടവ്. അതാണ് തോണിക്കടവ്. തോണി മറിച്ചിട്ടെടുത്ത് തോണിക്കടവ് എന്നത് തോണി ഉണ്ട്, അവിടെ ഒരു കടവ്, തോണിക്കടവ്. അപ്പൊ അതാണ് സംഭവം. ഇവിടെ ഭയങ്കര ഫോട്ടോ ഷൂട്ട് എടുക്കുക കണ്ടില്ലേ. നമ്മള് കോസ്റ്റ്യൂം വേണ്ടെന്ന് കമന്റ് ചെയ്യണ്ട. ഒരു യോക്ക് എടുക്ക് ജംഷീർക്ക് ഒരു യോക്ക് എടുക്ക്. അങ്ങനെ തോണിക്കടവിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഒരു എന്താ പറയാ, ഒരു കൂട്ടം ആളുകളാണ് ഈ ഇരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് തോണിക്കടവ് എന്നുള്ള നാടകമാണ്. റഷി, തോണിക്കടവ് എന്നുള്ള നാടകത്തെ നിന്ന് നീ തന്നെ ആരംഭിക്കൂ. തോണിക്കടവേ, What a beautiful place. ഞാൻ കണ്ടപ്പോൾ തോണിക്കടവ് ഈസ് വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് ഞാൻ പറയുന്നു വിചാരിച്ചില്ലേ. പക്ഷെ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ഒക്കെയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾക്കൊന്നുമില്ല, ചെറിയ കുട്ടികൾക്കൊക്കെ വന്നിട്ട് കളിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ അടിയിൽ കുളിക്കുന്നിടത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ് എടുക്കണം. അപ്പൊ പിന്നെ ഇവിടുത്തെ ടിക്കറ്റും പാടി മിക്സ് ആയിട്ടാണ് വരുന്ന ടിക്കറ്റ്. അപ്പൊ അങ്ങനെ എടുത്തതാണ്. അപ്പൊ പിന്നെ ഏതായാലും ഇതുവരെ ഇതിന്റെ ഫ്രണ്ട് കൂടിയാണ് പോകുമ്പോൾ തിരിച്ചു പോകണം. പിന്നെ അപ്പൊ അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു, അങ്ങനെ കയറിയതാണ്. അപ്പോ എന്താ പറയാ, എടാ നമ്മളിപ്പോ ഉണ്ടായിരുന്നു മുബഷിറൂടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ കുറച്ച് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഇതിന് മേലെ കയറാട്ടോ, ഈ കാണുന്നതിന്റെ മേലെ കയറാട്ടോ. പിന്നെ അതങ്ങനെ ഒരു ചെടികളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഇപ്പൊ പറയാൻ മാത്രം ഒന്നുമില്ല. അങ്ങനെ എന്റെ ഷർട്ട് കമന്റ് ചെയ്യണ്ടോ? എന്താ വെച്ചിട്ട് എന്താ വെച്ചിട്ട് അതൊന്നും സംഭവം ശ്രദ്ധിച്ചു. എന്റെ മാത്രമല്ല, നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ എന്തെല്ലാം എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതുവരെ ഞങ്ങൾ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ടൂറായിരുന്നു ഇത്. ഈ ടൂറിനെ കുറിച്ച് താങ്കൾക്ക് ഇപ്പോൾ പോലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത്. കാട്ടിലപ്പള്ളി എന്ന സ്ഥലത്ത് പുലിയുണ്ടെന്ന് പറഞ്ഞു. പുലിയുണ്ട് കൂട്ടായില്ലേ? പുലി ഇന്നലെ ക്യാമറ വെച്ച് പോയി, ഇന്ന് ക്യാമറയിൽ പതിഞ്ഞിങ്ങനെ സീനോല്ലേ.
ശ്രദ്ധിക്കുക. നമുക്ക് നമ്മളിപ്പോ പുല്ലുള്ള നാട്ടിലാണ് നിൽക്കുന്നത്. പുള്ളിയുള്ള നാട്ടിലാണ് നിൽക്കുന്നത്. എപ്പോഴും പുലി ഉണ്ടാവും ചേച്ചി പറഞ്ഞു. ഇവിടുത്തെ ഗാർഡൻ ഏത് നിമിഷവും പുലി വരുന്നാണ് ഈ കാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. കണ്ടാ സൗണ്ട് കേൾക്കാൻ അപ്പോ ഞാൻ ചോദിച്ചു വരുന്നത് ഈ ടൂറിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ക്യാപ്റ്റൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ടൂർ ആയതിനാൽ വളരെ നല്ലൊരു ടൂർ ആയിരുന്നു. ഈ ടൂറിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു ക്യാപ്റ്റൻ ദഫ്മുട്ടുകളുമായി വരികയാണ്. അപ്പൊ 2.5 കൊല്ലം മുമ്പ് ഈ ദഫ് മസ്ത് പോയതാണ്. കൊറേ കളിച്ചാണ്. എനിക്ക് പാട്ടും പാടും. ഗുജറാത്തി ല്ലോ പൊന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വിട പറഞ്ഞു മൂവ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ മേലെ കയറാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടോ? ഗൈസ് ഇവിടെ കുറച്ച് കണ്ടോ ചെറിയ കുട്ടികൾ കളിക്കാൻ പറ്റിയ കുറച്ച് കളി ഉപകരണ സാധനങ്ങൾ, കീയുന്നത്, നീങ്ങുന്നത്, ഊഞ്ഞാലാടുന്നത്, താവുന്നത്, പൊന്തുന്നത്, കേറി മറിയുന്നത് പോലത്തെ കുറെ സാമഗ്രികൾ ഇവിടെ ഉണ്ട് ഗൈസ്. ആ സാമഗ്രികൾ നമുക്ക് അതിന് മേലെ കയറാം. അപ്പോ കുറച്ച് സാമഗ്രികളുണ്ട് ഇവിടെ. അപ്പോ അതിൽ ഒരുത്തും കിടന്ന് ആടുന്നുണ്ട് പോത്ത് പോലെ. കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുള്ള ഒരു പോത്ത് പോലത്തെ ഒരുത്തനാണ് ഞങ്ങൾ ടൂറിന്റെ ക്യാപ്റ്റനായ ക്യാപ്റ്റൻ ക്ലിപ്പ്. ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ അടുത്ത പടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിവിശാലമായ നിങ്ങൾ പോവാണ്, വാ നിങ്ങൾ പോവാ. അങ്ങനെ 18 കിലോമീറ്റർ താണ്ടി ഇനി പോവാനുണ്ട്. കക്കാടും പോയേക്കാണ് കക്കയം ഡാം. അപ്പൊ ആ ഡാമിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അറിയുന്ന വിവരങ്ങൾ? ആർക്കും ഒരു ഐഡിയ ഗൈസ്. ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആരും ടൂർ വരുന്നത്. ഇതൊക്കെ കണ്ട് പഠിക്കുന്നേ. ജീവിതത്തിലൊന്നും ഇതന്നോടെ എല്ലാവരും ഇതിന് മേലെ ആഴ്ചത്തിന് മേലെ കയറിക്കണോ? അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സാധനം അതിന്റെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പടികൾ കയറാനുണ്ട് ഗൈസ്. പടികൾ താണ്ടി അതും താണ്ടി ആരാണ് മണമുള്ള ഏതാണി രാജാത്തി മാനത്തോരിച്ചേതോ മണ്ണിൽ മുളച്ചേതോ. കയ്യാട്ട് കാണിച്ചു കൊടുക്കട്ടെ. കയ്യാട്ട് നിന്ന് കൊടുക്കണോ? അങ്ങനെ ഞങ്ങൾ ഇനി മേലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നേരത്തെ കാണിച്ചിട്ടാ സോനിയേ ണ്ടോ സോണിയ പോന്നോട്ടെ. എന്തെനിക്ക് ഒരാളെ ഇവിടുത്തെ വ്യൂ പോയിന്റ് അടിപൊളി വ്യൂ പോയിന്റ് അല്ലേ? അടിപൊളിയാണ്. ചുറ്റും മലകളും തടാകങ്ങളും മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു വ്യൂ പോയിന്റ്. പ്രകൃതി രമണീയമായ കാഴ്ചകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒറ്റ സുഹൃത്ത് അവിടെ മടിയനും നടന്നു പോകുന്ന മുബഷിറിനെ എല്ലാരും കണ്ടില്ലേ? നടന്നു പോകുന്നു. പടി കയറാൻ മടിയായി മുബഷിർ നടന്നു പോവുകയാണ് ഗൈസ്. നിങ്ങൾ കണ്ടോളൂ. അവനതാ മന്ദം നീങ്ങി പോകുന്നു. രമണൻ എവിടെ? രമണൻ. അങ്ങനെ ഞങ്ങൾ
കണ്ടോ അതിന് ചുറ്റും അങ്ങനെ നടക്കാം. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങുകയാണ്. ഫുൾ സെറ്റ് ഇട്ടോ ഇവിടെ പറഞ്ഞോ കാതറേ അൽസാഫേ ഈ വീട്ടിൽ ഇങ്ങനെ ഇരുന്നോ കണ്ടോളി മക്കളെ എന്താ രസം കണ്ടോളി മക്കളെ. അൻസാഫേ കാതൂർ നിങ്ങൾക്ക് ഈ കേരളത്തിനുള്ളിൽ ഇങ്ങനത്തെ നല്ലൊരു പ്ലേസിന് കാണാൻ പറ്റില്ല. നിങ്ങൾ അവിടെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നോളി കാതറോ വീട്ടിലിങ്ങനെ ഇരുന്നോളി ഒരു സ്ഥലത്തേക്കും പോകാതെ അതിനൊക്കെ നല്ല സ്ഥലത്ത് റാശൊക്കെ കണ്ടില്ലേ ചെക്സ് കളേഴ്സ് നോക്കുന്നു വെറുതെ ഒരു കാര്യമില്ല. അടുത്ത സ്ഥലത്തേക്ക് പോവാ. നമുക്ക് ഫോൺ എടുക്കണം ഫോട്ടോ എടുക്കണം. സായിക്ക് ഫുള്ള് റേഞ്ച് എങ്ങനെയാണോ ഒരു കൂട്ടം ആളുകൾ ടൂർ പോയിട്ട് എൻജോയ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഗൈസ് ചർച്ച. എന്ത് ചർച്ചയാണ്? ലൊക്കേഷൻ ചർച്ച. ലൊക്കേഷൻ ചർച്ചയാണ് ഗൈസ്. ലൊക്കേഷൻ ചർച്ച. ചർച്ചകൾ ഇവിടെ പുരോഗമിക്കുന്നു. ബ്ലോഗർ സുഗുണൻ കണ്ണാപ്പി. കോപ്പറേറ്റ് അതാ അവസാനം കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തിയിരിക്കുമല്ലോ. കോഴിക്കോട് ബീച്ചിലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് നടന്നെത്തിയിരിക്കുന്നു. അവിടെ എന്തൊക്കെ പരിപാടി എടുക്കണ്ടാ? അങ്ങനെ ഒരു മധുരം ചായയിൽ അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ കറങ്ങി തിരിഞ്ഞതാ. കോഴിക്കോട് ബീച്ചിലെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ചായ കുടിച്ചു, കടികൾ കഴിച്ചു. യാത്ര തുടരുന്നു. യാത്ര തുടരുകയാണ് ശശികളെ. അന്ന് തന്ന പൂക്കൾ ഉള്ളിനുള്ളിൽ താളമായി അന്ന് കാണാൻ കൊതിയായി വന്നതാണ് നീ. പാട്ടൊന്നും ഉദ്ദേശിച്ചാലോ നമ്മളവിടെ ചായ അടിക്കാതിരിക്കണം. അവരൊക്കെ ചായ വാങ്ങി കൊടുക്കണേ. അവര് വന്നിട്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇവിടെ ബീച്ച് കണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബീച്ചിലെ കാര്യങ്ങളും ഞങ്ങൾ ഇനി കുറച്ച് ഒരു ഫ്രീഡം ഒക്കെ വീഡിയോ കഴിഞ്ഞ് ഓക്കെ വീഡിയോ ഞങ്ങൾ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആക്കിയുള്ള എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഇതിപ്പോൾ ഒന്ന് കുറച്ച് ഇറങ്ങി ഇവിടെ ഒന്ന് കാണട്ടെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാ ഇവിടെ സൂര്യാസ്തമയം കാണുകയാണ് ഗൈസ്. കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് എല്ലാവരും ഉണ്ട് ഗൈസ്.
രാവിലെ അല്ലേ നേരം പോയിക്കൊണ്ടിരിക്കും. എന്തേ അമേരിക്കയിൽ ഇപ്പൊ രാവിലെ അമേരിക്ക പുലർച്ചെ ടൈമാണ്. എന്റെ തെളിവുള്ളേ തെളിവുണ്ടല്ലേ അതന്നെ തെളിവ്. അതാ പോയി അതന്നെ തെളിവ്, വേറെ തെളിവൊന്നുമില്ല. ഇതുപോലെ അവിടെ ഉയർന്നു വരുണ്ടാവൂലേ അതിന് പോകണ്ട എപ്പ ഒന്ന് ഇന്നലെ ഇറങ്ങിയ പാവാണ് നിനക്കൊക്കെ ഒന്ന് അതിന് റെസ്റ്റ് ആണല്ലേ അത് ഞാൻ പോയി ചോദിച്ചിട്ട് നാളാവട്ടെ ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ താങ്കൾ എന്നാ ഷിപ്പില് അമേരിക്കന്റെ കൂടെ അന്ന് ഞാൻ ദുബായ് പോയത് അറിയാം. പായ്ക്കപ്പൽ നമ്മളത് കടപ്പുറത്ത് മമ്മൂട്ടി ദുബായിക്കാ പോയത്, അമേരിക്ക ഡയറക്റ്റ്. അയാളെ ചതിച്ച് എന്നെ ചെന്നൈ കൂടെ ഇറക്കി. അതുണ്ടായത് ഞാൻ ചെന്നൈയിൽ വന്നിട്ട് ഇറങ്ങിയത്. അതുണ്ടായത് കോഴിക്കോട് ബീച്ചിന് ആദ്യമാണല്ലേ 3 വട്ടം ആദ്യമായിട്ടാണ് ഞാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിന്റെ വ്ലോഗ് ഇവിടേക്ക് അവസാനിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ എല്ലാരും വലിയ ബീച്ച് എന്നറിയപ്പെടുന്ന കോഴിക്കോട് ബീച്ചിലാണ് ആഴ്ച കുറച്ച് നേരത്തേക്ക് ഇരിക്കണം. ഞങ്ങൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ ഒരു മനോഹരമായ കാഴ്ചയുമായി നമുക്ക് വീണ്ടും വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ നിൽക്കുക, ഷെയർ ചെയ്യാം. അപ്പൊ ഓക്കെ ബൈ. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ ബൈ.